ഹലോ. അപ്പം നമുക്കൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. ഒന്ന് സിനിമക്ക് പോകണേ കേട്ടോ. സിനിമയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡൈസ് ഇറ എന്നാണ്. ഡയസ് ഇറ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിന് പോയിട്ട് വരാത്തോ. ഞാനപ്പോൾ അതിൻ്റെ കമ്മലൊക്കെ എടുത്തിട്ടു. അപ്പോൾ ബേക്കിൽ വന്ന് ചേട്ടൻ പാട്ടൊക്കെ പാടി കോപ്രായം കാണിക്കണേരുന്നു. അപ്പം അതിന് ഞാൻ കമ്മലാണ് എടുത്തിരുന്നത്. കമ്മൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരിപ്പോരുന്നത്. അതിൻ്റെ ഇതല്ല കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അതുകൊണ്ടാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടിക്ക് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടാൻ വന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. വാ നമുക്ക് ഒരുങ്ങാട്ടോ. ഞാൻ തന്നെ നമുക്ക് ഐലൈനർ എഴുതാൻ. അപ്പം ഐലൈനർ എഴുതാനും സമയം കിട്ടില്ല. അതിൻ്റെ ഇടയിൽ മോള് വന്ന് അവൾക്ക് ക്യാമറ നോക്കണം പറയാം. അപ്പം അങ്ങനെ ക്യാമറയിലൊക്കെ കാണിച്ച് ഓരോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരുങ്ങുമ്പോൾ എപ്പോഴും അവൾക്ക് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. എടുത്തുകൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരുങ്ങാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട് തന്നെ ഒരുങ്ങിയത്. അപ്പം അതിന് തന്നെ ഞാൻ ഐലൈനർ ബ്ലാക്ക് കളറിലുള്ള ഐലൈനറാണ് എഴുതിയത്. ബ്ലാക്ക് കളറുള്ള ഐലൈനർ എഴുതിയിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ബ്ലൂ കളറിലുള്ളൊരു ഐലൈനറാണ് എഴുതുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ മേലിലായിട്ട് വേണം എഴുതാനായിട്ട്. കൊച്ചുള്ളതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ് ഈ ഐലൈനർ എഴുതാനായിട്ട്. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ ഈ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ മേലിൽ ഔട്ടർ ലൈനിൽ വേണം ഈ ബ്ലൂ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടാ. അപ്പം നല്ലൊരു ഭംഗി കിട്ടും. ബ്ലാക്കിൻ്റെ മേലിൽ ബ്ലൂ ഇട്ട് കൊടുത്താൽ ഇതുപോലത്തെ 2 ഐലൈനർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് ഈ ബ്ലാക്ക് ഐലൈനർ ഇട്ടിട്ട് വേണം ബ്ലൂ ആയാലും വൈറ്റ് ആയാലും ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇന്ന് കാലത്തോട് റീൽസ് ഇട്ടിരുന്നു. ആ റീൽസിൽ കുറേ പേര് എന്നോട് ചോദിച്ച്, ഇതെന്താ മോളെ, ഇതെന്താ കണ്ണിലെന്താ മോളെ, കണ്ണിലെന്താ മോളെ, കണ്ണിലെന്താന്ന് വെച്ചാൽ കുരു ഒന്നല്ല, കണ്ണിൽ ഐലൈനറാണ് കേട്ടോ. അത് വെള്ള കളറിലുള്ള ഐലൈനറാണ്. ആരും കണ്ടിട്ടുണ്ടാവും, മിക്കവരും കണ്ടിട്ടുണ്ടാവും. ചിലവരിങ്ങനെ വെറുതെ വെള്ള കളറിലുള്ള ഐലൈനർ മാത്രമായിട്ടിടും, അല്ലെങ്കിൽ ബ്ലൂ കളറിൽ മാത്രമായിട്ടിടും. പക്ഷെ അങ്ങനെയല്ല ഇടേണ്ടത്. മിക്കവരും കണ്ടിട്ടുണ്ടാവും ബ്ലൂ കളറുള്ള ഐലൈനർക്ക് വെറുതെ ഇങ്ങനെ വാരി തേച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ വെറുതെ അങ്ങനെ ബ്ലൂ കളർ മാത്രം അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ സാധാ ബ്ലാക്ക് കളറിലുള്ള ഐലൈനർ ഇട്ടിട്ട് വേണം ബ്ലൂ കളറിലായാലും വൈറ്റ് കളറിലായാലും ഇടാനായിട്ട്. ഞാൻ ഇതിൻ്റെ മേലെ കൂടെ എഴുതിക്കൊണ്ടിരിക്കട്ടെ. ബൈക്കിൽ മുകളിൽ ഓടി വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് സാവധാനം ഇങ്ങനെ എഴുതി കൊടുക്കാം. കണ്ണാടി കാരണം കാണാൻ പറ്റുന്നത് ബൈക്കിൽ കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഔട്ടർ ലൈനിലാണ് അതിൻ്റെ ബ്ലാക്കിൻ്റെ ഔട്ടറിൽ ബ്ലൂ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കടയിൽ കണ്ട നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ബ്ലൂ ആയാലും വൈറ്റ് ആയാലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ആയിക്കോളൂ. ഇത് ചെറുതായിട്ട് ബ്ലാക്കും ബ്ലൂവും കൂടി ചെറുതായിട്ടൊന്ന് കളർന്നിട്ടുണ്ട്. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ആ ബ്ലൂ കൊണ്ട് തന്നെ ഒരു പൊട്ട് തുറന്ന്, ചെറിയ പൊട്ടൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ടു. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മൾ നൈറ്റ് ഷോക്കല്ലേ പോകണം. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒതുങ്ങിയാൽ മതി. ചെറിയ പൊട്ടൊക്കെ തൊട്ട് നമുക്ക് പോവാം. 7:30 സിനിമ തുടങ്ങുന്നത്. ഇപ്പോൾ 6 മണിയായി. നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ പോയെത്താം. എന്നാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കയറാമല്ലോ. ഇടയ്ക്ക് അങ്ങനെ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി പോരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകണം. പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതിന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിന്ന് സിനിമക്ക് പോവാം. അതിന് തന്നെ ഞാനൊരു ഫെയർ ലെവൽ ഇട്ട് കൊടുത്തിട്ടോ. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ കാണും. ഇത് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഫെയർ ലെവൽ. ഇത് സിറമാണ്. ഫെയർ ലെവലിയുടെ സിറത്തിൻ്റെ ഇതിലുള്ള ഒരു എന്താണ് ക്രീമാണ്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സിറം ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഫെയർ ലെവലിയുടെ ഇത് സൂപ്പറാണ് കേട്ടോ. ബ്രൈറ്റ്നെസ്സാണ്. ഫെയർ ലെവൽ ബ്രൈറ്റ്നെസ്സാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഫെയർ ലെവൽ അങ്ങനെ ഇടാറില്ല. ഫെയർ ലെവൽ ബ്രൈറ്റ്നെസ് എന്ന് കണ്ടപ്പോൾ മാത്രം ഞാൻ വാങ്ങിയതാണ്. ബ്രൈറ്റ്നെസ് ഉണ്ട്, പിന്നെ വിറ്റാമിൻ C, B ഒക്കെ ഉണ്ട് ഇതിനകത്ത്.
പിന്നെ ഞാനത് അങ്ങോട്ട് വാങ്ങി. ഇത് കണ്ട പൗഡറാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷനൊന്നും ഇടണില്ല. ആകെപ്പാടെ ഫെയർ ആൻഡ് ലവ്ലി ഒരു പൗഡർ മാത്രമേ ഇടണുള്ളൂ. പിന്നെ പൊട്ടും കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇത്രയും നൈറ്റ് ഷോക്കല്ലേ, അപ്പോൾ ആര് കാണാനായിരുന്നു. എൻ്റെ കമ്മലിടയിൽ പോകുന്നിട്ടാ. കമ്മലിടയിൽ ഇങ്ങനെ ചാടി വീണിട്ടുണ്ട്. ഭയങ്കര ലൂസാണ്. അപ്പം ഞാൻ എൻ്റെ ചങ്കിരി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കമ്മലെത്തി, പക്ഷേ അതിൻ്റെ ചങ്കിരി എത്തിയില്ല. പിന്നെ ഇങ്ങനെ ഒപ്പിച്ചെടുത്ത്. അത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ ചുണ്ടിൻ്റെ അതേ കളറുള്ള ലിപ്സ്റ്റിക്കാണ്. അതന്നെ ഞാൻ എടുത്തു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാനോ. ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. എനിക്ക് ലിപ് ഗ്ലോസ് ഇട്ടാലും ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. മിക്കവരും പറയും ലിപ്പിൽ ഇതധികം വാരത്തേക്കണം അത്ര നല്ലതില്ല. പക്ഷേ എനിക്കിത് ഇട്ടാലേ എനിക്കൊരു ആശ്വാസമുള്ളൂ. ഇപ്പോഴെന്നെ കാണാൻ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കുറേ നേരം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഡ്രൈനെസ് വരാണ്ടിരിക്കാനാണ് ഈ ലിപ് ഗ്ലോസ് ഇടുന്നത്. ബേക്കിൽ നമ്മുടെ ചേട്ടൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണ്ട. ഞാൻ ഹാളിൽ വെച്ചിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മുടി ഈര താടിമൽ കൊന്തിൽ കോപ്രായം കാണിക്കുക, അതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനങ്ങനെ വേഗം മുടിയൊക്കെ കെട്ടിയിട്ടോ. ഇങ്ങനെ തന്നെയാണ് മുടി കെട്ടിയത്. അപ്പോൾ അതിങ്ങനെ അയച്ചിട്ട മാതിരി ഒരു ക്ലിപ്പ് ഒരു ക്ലിപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നു. ഞങ്ങൾ പോവേണ്ട. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് സിനിമക്ക് പോവാം. ഞങ്ങൾ പോകണ്ട. സീത എപ്പോഴും എണീച്ച് നിൽക്കുകയുള്ളൂ. അവൾ വണ്ടിയുമ്മ കയറി കഴിഞ്ഞാൽ എപ്പോഴും എണീറ്റിരിക്കുകയുള്ളൂ. എന്നാലും അവൾക്ക് കാഴ്ചകൾ കാണാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അവൾ ഇങ്ങനെ എണീച്ച് നിൽക്കും. അച്ഛനും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എണീച്ച് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ പോവേന കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. എവിടെ എന്നാൽ കൈലാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഇത് തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെയുള്ളൊരു കടയുണ്ടാകും. വെജിറ്റേറിയൻ കടയാണ്. അവിടെ കയറി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയത്. മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ മോള് പിച്ചി കഴിക്കുകയും വിശപ്പിൻ്റെ ഒരു ഇത് കാരണം കടയുടെ ഫ്രണ്ടിലത്തെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കടയിൽ കയറുന്ന കടയുടെ ഫ്രണ്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വിശപ്പിൻ്റെ ഒരു ഇത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ കയറി അതവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെയാണ് ഞാൻ ഓർക്കണം, അയ്യോ കടയുടെ ഫ്രണ്ടൊന്നും എടുത്തില്ലല്ലോ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കൈലാസം എന്നാണ് കേട്ടോ ഈ കടയുടെ പേര്. അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എടുക്കും. അപ്പോൾ സിനിമയ്ക്ക് വന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഷോക്ക് കയറാൻ പോവുകയാണ്. ഞാൻ സിനിമയ്ക്ക് കയറിയിരിക്കാൻ കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചിലവർക്ക് എനിക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അൺസബ്സ്ക്രൈബ് ചെയ്തവർക്ക് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ദയവ് ചെയ്ത് എനിക്കൊരു സബ്സ്ക്രൈബ് തരാം. അപ്പം ബൈ, ടാറ്റ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോക്ക് എല്ലാവരും ഷെയർ ചെയ്ത് വരാം. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. ഇപ്പം 105 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എന്നാലും 105 അല്ല ആയിട്ടുള്ളൂ. ഇനിയും കുറേ സബ്സ്ക്രൈബേഴ്സ് ആവാനുണ്ടല്ലോ. അപ്പം എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.